ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചൈതു കാർട്ടൂൺ. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല. ആഹാ, കൊള്ളാലോ. എന്നോട് ജ്യൂസ് ചോദിച്ചിട്ട് ഇവിടെ മാറിക്കിടന്ന് ഉറങ്ങുവാണോ? കാത്തു കാത്തു. ഓ, നല്ല ഉറക്കായി തോന്നുന്നു. ഈ കുട്ടി എന്താ എഴുന്നേക്കാത്തെ? കാത്തു, ഒന്ന് എഴുന്നേക്ക്. ജ്യൂസ് കുടിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. ബാ, അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. മോളെ കാത്തു. അയ്യോ, കാത്തു എഴുന്നേക്കുന്നില്ലല്ലോ. എന്ത് പറ്റി? അനു ചേച്ചി, അരുണേട്ടാ, ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ. എന്താ എന്തിനാ നീ സങ്കടപ്പെട്ടിരിക്കുന്നേ? കാര്യം പറ. അത് അരുണേട്ടാ, കാത്തുവിനെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. എന്നോട് ജ്യൂസ് എടുത്തോണ്ട് വരാൻ പറഞ്ഞതാ കാത്തു. ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാൻ വന്ന് കാത്തുവിനെ എത്ര വിളിച്ചിട്ടും കാത്തു എഴുന്നേക്കുന്നില്ല. ഓ, അതാണ് പ്രശ്നം. അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവളെ എഴുന്നേൽപ്പിക്കാനിട്ടേ ഭയങ്കര പാടാ. ഇനി അവളുടെ അമ്മ വന്നാൽ മാത്രമേ അവളെ എഴുന്നേൽപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ ആരുടെയും മുന്നിൽ അവള് കീഴടങ്ങാറില്ല. അങ്ങനെയല്ല അരുണേട്ടാ, എനിക്ക് എന്തോ പേടി വരുന്നു. നീ എന്താന്ന് വെച്ചാൽ കാര്യം പറ. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ അരുണേട്ടാ, ചില പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ അറിയിക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. എന്താണ് രണ്ടാളും കൂടി ഇവിടെ ഒരു ഗൂഢാലോചന? ഏയ്, അതൊന്നുമില്ല അനു. നീ പോയി ഏട്ടിന് കുടിക്കാൻ ഒരു ചൂടായിട്ടൊരു ചായ എടുത്തിട്ട് വാ. ചായയോ? ഇപ്പൊ വേണോ ചായ? ദേ, മോൾ ഉറങ്ങുന്ന കണ്ടില്ലേ? ഞാൻ മോളെ കൊണ്ട് ബെഡിൽ കിടത്തിട്ട് വരാം. എന്നിട്ട് ചായ എടുത്താ പോരെ? വേണ്ട, മോൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. അവൾക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ ഇഷ്ടമായത് കൊണ്ടല്ലേ അവൾ ഉറങ്ങുന്നേ. അവൾ ഉറങ്ങിക്കോട്ടെ. നീ പോയി ചായ എടുത്തിട്ട് വാ. എന്നാലും അരുണേട്ടാ, അവൾ അവിടെ ഇങ്ങനെ വീണാലോ? അല്ല, ഇതെന്താ ഏട്ടത്തിന്റെ മുഖത്തൊരു സങ്കടം? ഏയ്, എനിക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. നിനക്ക് തോന്നിയതായിരിക്കും അനു. നീ ചായ എടുത്തു കൊടുക്കോ അതോ ഞാൻ എടുത്തു കൊടുക്കണോ അരുണിന് ചായ? വേണ്ട, നിങ്ങൾ സംസാരിച്ചോ, ഞാൻ എടുത്തു കൊടുത്തോളാം. മോൾ എഴുന്നേക്കുവാണെങ്കിൽ എന്നെ വിളിച്ചേക്കണേ. ആ, ഞാനിവിടെ മോളുടെ അടുത്ത് തന്നെ ഇരുന്നോളാം, പേടിക്കൊന്നും വേണ്ട. അല്ല, ഏട്ടത്തിക്ക് ചായ വേണോ? ഞാൻ കൊണ്ടുവരാം. ആ, ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാം. നല്ല തലവേദനയുണ്ട്. ആണോ? ഇപ്പൊ കൊണ്ടുവരാവേ. ആ, ധൃതിയൊന്നുമില്ല, പയ്യെ കൊണ്ടുവന്നാൽ മതി കേട്ടോ. ആ, ശരി. ഹോ, ഇപ്പൊ എല്ലാം തൊലഞ്ഞാന്. അവൾ അറിഞ്ഞാ മതി. ഇവിടെ കാറിക്കോവി ഒരു ബഹളാക്കോള്. എന്താ എന്താ ഇവിടെ ഉണ്ടായത്? അത് പിന്നെ ഏട്ടാ, ഇവിടെ ഈ സ്ഥലത്തൊക്കെ ഒരു ദുരാത്മാവ് അലഞ്ഞു കിടപ്പുണ്ട്. മാളു എന്നാ പേര്, മാളവിക. ഇനി ആ ആത്മാവിനെങ്ങൾ കാത്തു കണ്ടോന്നറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാത്തുവിന്റെ ജീവന് നല്ല ഭീഷണിയാണ്. നീ എന്തൊക്കെയാ പറയുന്നേ? ഇത്രയൊക്കെ സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അത് പിന്നെ ഏട്ടാ, ഞാനതൊന്നും ഓർത്തിട്ടല്ല. മതി, നിർത്ത്. നിന്റെ ഓരോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്റെ മക്കളെ കുരുതി കൊടുക്കാനൊന്നും ഞാനില്ല. ഞങ്ങൾ ഇന്ന് പോകുക ഇവിടുന്ന്. ഇനി ഇവിടെ നിൽക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഏട്ടാ, എന്നോടൊന്ന് ക്ഷമിക്ക്. ഞാൻ പറയണത് ഏട്ടനൊന്ന് കേക്ക്. വേണ്ട, നീ പറയുന്ന ഇത്രയൊക്കെ ഞാൻ കേട്ടില്ലേ. ഇനി എനിക്ക് ഒന്നും കേൾക്കാനില്ല. അങ്ങനെ പറയല്ലേ ഏട്ടാ, ഇതൊന്ന് കേക്ക്. കേട്ട് കേട്ട് ഏട്ടൻ എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ആ, പറ, ഒന്ന് പറഞ്ഞു തീർക്ക്. എന്താന്ന് വെച്ചാൽ പറയാനുള്ളത്. ഏട്ടാ, ഏട്ടനിപ്പോൾ ഇവിടുന്ന് കാത്തൂനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ആയാലും അവിടെ ആയാലും ഒരേപോലെ കാത്തു അനുഭവിക്കത്തുള്ളൂ. നമുക്ക് അവളിൽ നിന്നും കാത്തുവിനെ വേർപെടുത്തി എടുക്കണ്ടേ? ഏട്ടനതൊന്ന് ആലോചിച്ച് നോക്ക്. ഏട്ടന് കാത്തുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഏട്ടനെ സഹിക്കാൻ പറ്റുമോ? അതില്ല. നിനക്ക് എന്നാലും ഇതിനെക്കുറിച്ച് ഒരു വാക്ക് സൂചിപ്പിക്കാൻ പാടില്ലായിരുന്നോ? എങ്കിൽ ഞാൻ എന്റെ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലായിരുന്നല്ലോ. ഏട്ടാ, അത് ഞാൻ പിന്നെ പറയാൻ തുടങ്ങിയതാ. പിന്നെ ഞാൻ നിങ്ങളെ പേടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ പറയാതിരുന്നേ. എന്തായാലും പിള്ളേർക്ക് വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് എല്ലാവരും കൂടി ഇവിടെ അടിച്ചു പൊളിക്കാന്ന്. പക്ഷേ ഇവളിങ്ങനെ കാത്തുവിനെ ടാർഗറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരു കാരണവശാലും ഓർത്തിരുന്നില്ല ഏട്ടാ. ഇതാണ് നിന്റെ അടിച്ചു പൊളിക്കല്? നിന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ബലിയാടാക്കാൻ പോകുന്നത് എന്റെ മോളെയാണോ? ഏട്ടൻ കുറെ നേരമായിട്ട് പറയണ്ടല്ലോ എൻ്റെ മോളെന്ന്. വല്ലവരുടെ മോളെങ്ങനെ ഏട്ടൻ്റെ മോളാവുന്നേ? ഏട്ടൻ്റെ മോള് കല്ലുവല്ലേ. പിന്നെ ഈ പെങ്കുച്ചിന് എന്ത് പറ്റിയ? ഏട്ടൻ എന്താ കുഴപ്പം? ഡി ദുഷ്ടേ, നിർത്ത് നിന്റെ നീചമായ പ്രവൃത്തിയൊക്കെ. നീ എന്താ പറഞ്ഞേ? കാത്തു എന്റെ മോളല്ലെന്നോ? നിനക്കിത് പറയാൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? കാത്തു എന്റെ കല്ലൂനേലും പ്രിയപ്പെട്ടതാണ് എനിക്കിപ്പോ കാത്തുവിനെ.
അവളെ പിരിഞ്ഞിരിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ഹൃദയത്തിൽ എന്ത് വേദന ഉണ്ടാവുന്നതെന്ന് നിനക്ക് അറിയാൻ പാടില്ല. എൻ്റെ ഭാര്യ അവൾ പ്രസവിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവളെ എല്ലാവിധ സ്നേഹം തന്നാണ് ഞങ്ങളെ നോക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കാത്തു എങ്ങനെയാന്ന് വെച്ചാൽ നിനക്ക് അറിയാൻ പാടില്ല. കല്ലും കണ്ണനും ഞങ്ങൾക്ക് എങ്ങനെയാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് കാത്തും കിച്ചു. ഓ, ഇങ്ങനെയൊക്കെ ഈ പെങ്കൊച്ചിനെ സ്നേഹിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. എന്തായാലും വരാനുള്ള വന്നു. ഇനി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാന്നേ. ഇവിടുന്ന് ധൃതി പിടിച്ച് പോയിട്ട് എന്ത് കാര്യം? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പെങ്കൊച്ചിന് സ്വൈര്യം കിട്ടുമെന്നാണോ ഏട്ടൻ പറയുന്നേ? നീ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നേ? അതൊന്ന് പറ. ഇവിടെ അടുത്ത് വലിയൊരു മാന്ത്രികനുണ്ട്. ആ മാന്ത്രികനെ വിളിച്ച് നമുക്ക് പ്രശ്നം വെപ്പിച്ച് നോക്കാം, എന്താ പ്രശ്നമെന്ന്. അപ്പം അറിയാലോ, പ്രശ്നപരിഹാരം വല്ലതും പറയുവാണെങ്കിൽ നമുക്ക് നടത്തുകയും ചെയ്യാം. എങ്ങനെയെങ്കിലും മാളവിനെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. എനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ എൻ്റെ കൺമുമ്പിൽ എൻ്റെ മോൾക്ക് ഈ ഒരു അവസ്ഥയിൽ വരുമ്പോഴത്തേക്കും ഞാനിതെല്ലാം വിശ്വസിച്ചു പോകും. ആ ഒരു അവസ്ഥയിലല്ല നീ ഇപ്പം എന്നെ എത്തിച്ചിരിക്കുന്നത്. നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. എനിക്ക് എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണം. ഞാൻ എൻ്റെ മോളെ ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കട്ടെ? വേണ്ടേട്ടാ, ഇപ്പം വിളിച്ച് എഴുന്നേൽപ്പിക്കരുത്. ഇപ്പം വിളിച്ച് എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ അവളെങ്ങനെ പ്രതികരിക്കുമെന്നോ ഒന്നും അറിയില്ല. നീ അങ്ങോട്ട് മാറ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൾ എങ്ങനെ പ്രതികരിച്ചാലും ഞാൻ നോക്കിക്കോളത്. നിന്റെ കാര്യമല്ലത്. മാറി നിൽക്കടി അവിടുന്ന്. ഇനി വരുന്നത് എന്താന്ന് വെച്ചാ വരുന്നിടത്ത് വെച്ച് കാണും. പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ഇങ്ങനൊരു സാധനം. മോളെ കാത്തു, അച്ഛൻ്റെ പൊന്നുമോളെ എഴുന്നേക്ക്. അച്ഛൻ്റെ കാത്തു, നിന്റെ അച്ഛനാ വിളിക്കുന്നേ, നീ എഴുന്നേക്ക്. അച്ഛന് എന്ത് പറ്റി? അച്ഛൻ എന്തിനാ കാത്തുവിന്റെ അടുത്ത് കരയുന്നേ? അച്ഛാ, മോളെ കല്ലു. അച്ഛാ പോട്ടെ, കരയാതെ. ഇല്ല മോളെ, അച്ഛൻ കരയില്ല. അച്ഛാ, ഇവിടെ എന്താ സംഭവിക്കുന്നേ? നിങ്ങൾ അവിടുന്ന് പോന്നപ്പോ അങ്കിള് നിങ്ങളവിടെ ആരുടെയെങ്കിലും കഥ പറഞ്ഞു തന്നായിരുന്നോ? പറഞ്ഞു തന്നല്ലോ, ഒരു മാളവികയുടെ കഥ. അത് അങ്കിള് തള്ളിയതാണെന്ന് ഞങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലായിരുന്നു. എന്നിട്ട് നിങ്ങളെന്താ അതപ്പോ ഞങ്ങളോട് പറയാതിരുന്നത്? അത് അങ്കിള് പറഞ്ഞ് പറയരുതെന്ന്, അതുകൊണ്ട് അച്ഛൻ പറയാതിരുന്നത്. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ആ മാളവിക അവളിവിടെ ഉണ്ട്. എന്താ അച്ഛൻ പറഞ്ഞത്? അപ്പോ അങ്കിള് പറഞ്ഞത് ശരിയാണോ അച്ഛാ? അങ്കിള് പറഞ്ഞ സത്യമായിരുന്നു മോളെ. മോക്കെങ്കിലും അതൊന്നും അച്ഛനോടൊപ്പം പറയാൻ പാടില്ലായിരുന്നോ? അച്ഛാ, ഞങ്ങളതെല്ലാരും അങ്കിള് കള്ളം പറയണതാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അച്ഛാ. മോളെ, ഇക്കാര്യം നീ അമ്മേനോട് പറയാൻ നിൽക്കണ്ട കേട്ടോ. ഇല്ലച്ഛാ, ഞാൻ പറയില്ല. ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ്